2017 പുറത്തിറങ്ങിയ ചൈനീസ് ചലച്ചിത്രം യെസ് മൈ ലോഡിന്റെ കഥയാണ് സിനിമാ കഥയിലൂടെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. കഥയുടെ അവസാന ഭാഗമാണിത്. മുൻഭാഗം കാണാൻ താല്പര്യപ്പെടുന്നവർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. കഴിഞ്ഞ എപ്പിസോഡിനൊടുവിൽ നമ്മൾ കണ്ടത് ജുൻമിങ് വാൻവാന്റെ ഫോൺ തകർക്കുന്നതും വാൻവാൻ പിണങ്ങിപ്പോകുന്നതുമായിരുന്നു. വാൻവാനിനും ജുൻമിങ്ങിനുമിടയിൽ എന്തൊക്കെയോ ഉണ്ടെന്നും അവരുടെ പാസ്റ്റിൽ എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഇരുവർക്കും അതിലൊരു വ്യക്തതയില്ലെന്നും തങ്ങൾ കാത്തിരിക്കുന്നത് തങ്ങളുടെ മുമ്പിലുള്ള വ്യക്തിക്ക് വേണ്ടി തന്നെയാണ് എന്നും അവർക്കറിയില്ലെന്ന കാര്യം വ്യക്തമാകുന്നു. അടുത്ത ദിവസം ജുൻമിങ് വീണ്ടും വാൻവാന്റെ മുമ്പിലെത്തി. അവൾക്കായി പുതിയൊരു ഐഫോണും വാങ്ങിയായിരുന്നു അവന്റെ വരവ്. അവളുടെ പഴയ ഫോൺ താൻ റിപ്പയർ ചെയ്ത് തരാമെന്നും തനിക്ക് അതിനുള്ള കോണ്ടാക്ട്സ് ഉണ്ടെന്നും അതുവരേക്കും ഈ പുതിയ ഫോൺ യൂസ് ചെയ്തോളാനും ക്ഷമ ചോദിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. അവളുടെ കേടായ ഫോൺ തരാനും താൻ അത് റിപ്പയർ ചെയ്ത് തരാമെന്നും പറഞ്ഞു. പക്ഷേ എനിക്ക് നിങ്ങളെ വിശ്വാസമില്ല എന്നായിരുന്നു വാൻവാന്റെ മറുപടി. നിന്റെ മുമ്പിൽ വെച്ച് തന്നെ താൻ ഫോൺ ചെയ്താ പോരെ എന്ന് പറഞ്ഞവൻ ഫോൺ എടുത്ത് തന്റെ സുഹൃത്തായ ഫോൺ മെക്കാനിക്കിനെ വിളിച്ചു. പിന്നാലെ കേടായ ഫോണിന്റെ വിശദ വിവരങ്ങൾ പറഞ്ഞ് അത് ശരിയാക്കാം എന്ന ഉറപ്പ് വാങ്ങി. വാൻ അല്പം സന്തോഷവും സമാധാനവും തോന്നിയിരുന്നു. നമുക്ക് വൈകിട്ട് പുറത്തു പോയാലോ എന്ന് ജുൻമിങ് ചോദിച്ചതും തനിക്കിന്ന് മറ്റു ചില പ്രോഗ്രാമുണ്ട്, പഠിക്കാനൊക്കെയുണ്ട് എന്നായിരുന്നു അവളുടെ മറുപടി. പക്ഷേ വൈകിട്ട് എന്താണെന്ന് വെച്ചാൽ സീനിയർ ഒരുപാട് നാളായി അവളെ പുറത്ത് ഭക്ഷണം കഴിക്കാൻ പോവാൻ ക്ഷണിക്കുന്നുണ്ടായിരുന്നു. അന്ന് സീനിയറിനൊപ്പം അവൾ ഡിന്നറിന് പോയി. അവരിരുവരും റെസ്റ്റോറന്റിലിരുന്ന് സംസാരിക്കുന്ന സമയം അങ്ങോട്ടേക്ക് ജുൻമിങ്ങും കടന്നു വന്നു. പഠിക്കാനുണ്ടെന്ന് പറഞ്ഞ വാൻവാൻ സീനിയറിനൊപ്പം റെസ്റ്റോറന്റിൽ സംസാരിച്ചിരിക്കുന്നതും മറ്റും കണ്ട് ജുൻമിങ്ങിന് ദേഷ്യം വന്നു. വാൻവാനെ തെറ്റിദ്ധരിച്ച ജുൻമിങ് അവർ നിന്ന് ദേഷ്യത്തോടെ പോരുകയും ചെയ്തു. അടുത്ത ദിവസം ജുൻമിങ് ഓഫീസിലേക്ക് എത്തുമ്പോൾ സെക്രട്ടറി അവനെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ജുൻമിങ്ങിന്റെ സഹോദരിയുടെ കൂട്ടുകാരിയും വീട്ടുകാർ ജുൻമിങ്ങിന് കല്യാണം ആലോചിക്കുന്നവളുമായ ഷുവാങ് എന്ന പെൺകുട്ടി എയർപോർട്ടിൽ വന്നു നിൽക്കുന്നുണ്ടെന്നും അവളെ പിക്ക് ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നും സെക്രട്ടറി ജുൻമിങ്ങിനോട് പറഞ്ഞു. വാൻവാനോട് അപ്പോൾ ദേഷ്യം തോന്നിയിരുന്ന ജുൻമിങ് ഷുവാങ്ങിനെ താൻ പിക്ക് ചെയ്തോളാം എന്നൊരു വാശിയിൽ പറഞ്ഞു. അവൻ പോയി ഷുവാങ്ങിനെ പിക്കപ്പ് ചെയ്തു. ഷുവാങ്ങിന് പണ്ടു തൊട്ടേ ജുൻമിങ്ങിന് മേൽ പ്രണയമുണ്ട്. അവനെ ഭർത്താവായി കെട്ടുവാൻ അവൾ ആഗ്രഹിച്ചിരുന്നു. ജുൻമിങ് കോളേജൊക്കെ വാങ്ങിയ വിവരം അറിഞ്ഞിരുന്ന ഷുവാങ് അതിനെപ്പറ്റി പുകഴ്ത്തി സംസാരിച്ചു. പിന്നാലെ കോളേജ് കാണുവാൻ തന്നെയും കൊണ്ടുപോകാമോ എന്ന് ചോദിച്ചു. ഷുവാങ്ങും അതിന് സമ്മതിച്ചു. അവരൊന്നിച്ച് വാൻവാന്റെ കോളേജിലെത്തി. ജുൻമിങ്ങും ഷുവാങ്ങും ഒന്നിച്ചു നടന്നു നീങ്ങുമ്പോൾ അവിടുത്തെ കുട്ടികളൊക്കെ അത് ജുൻമിങ്ങിന്റെ ഗേൾഫ്രണ്ടാണ്, ഫിയാൻസിയാണ് എന്ന മട്ടിലൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോഴായിരുന്നു വാൻവാൻ അവർക്കെതിരെ വന്നത്. വാൻവാനെ കണ്ടതും തലേ ദിവസത്തെ സംഭവം കാരണം അവളെ ഒന്ന് ദേഷ്യം പിടിപ്പിക്കണമെന്ന് ചിന്തിച്ച് ജുൻമിങ് ഷുവാങ്ങിനെ ചേർത്ത് പിടിച്ച് നടന്നു. ജുൻമിങ്ങിന് മേൽ ചെറിയ പ്രണയം തോന്നി തുടങ്ങിയിരുന്ന വാൻവാനിനും അതുടനെ അസൂയ സൃഷ്ടിക്കാൻ ആരംഭിച്ചിരുന്നു. ഇതേ സമയം ജുൻമിങ് തന്റെ തോളത്ത് കൈയിട്ട് നടന്നത് ഷുവാങ്ങിന് വലിയൊരു ഫീലിംഗ് ആയിരുന്നു. നമ്മുടെ എൻഗേജ്മെന്റിന് നീ സമ്മതിച്ചോ? നമ്മുടെ പാരന്റ്സ് ഒക്കെ ആഗ്രഹിക്കുന്നതല്ലേ എന്ന് ഷുവാങ് ജുൻമിങ്ങിനോട് ചോദിച്ചു. ഉടൻ കൈയെടുത്ത് ജുൻമിങ് ഞാൻ ഒരിക്കലും നിന്നെ അങ്ങനെയൊന്നും കണ്ടിട്ടില്ലെന്നും നീ എന്റെ സഹോദരിയുടെ സുഹൃത്തായതുകൊണ്ട് നിന്നോട് കുറച്ച് ക്ലോസ് ആയി ഇടപഴകുന്നത്, വേറൊന്നും വിചാരിക്കണ്ട എന്നും പറഞ്ഞു. ഇതേ സമയം വാൻവാൻ ആണെങ്കിൽ ജുൻമിങ്ങിനെ പറ്റിയുള്ള ഓർമ്മകൾ മനസ്സിൽ നിറഞ്ഞ് വല്ലാത്ത മനോഭാവം കൈവന്നിരുന്നു. അസൂയയും കുശുമ്പും അവളുടെ ഉള്ളിൽ നിറഞ്ഞു വന്നു. തന്നോട് അടുത്തിടപഴകിയിരുന്ന ജുൻമിങ് ഇപ്പോൾ വേറൊരു പെൺകുട്ടിയെ ഫിയാൻസി എന്ന പോലെ കൊണ്ടുപോയാൽ അതെങ്ങനെ ശരിയാകും? അവൻ അത്രയ്ക്ക് മോശമാണോ എന്നൊക്കെയായിരുന്നു അവളുടെ മനസ്സിലൂടെ ഓടിയത്. അത് ചോദ്യം ചെയ്യാൻ അവൾ ഓഫീസിലേക്ക് പുറപ്പെട്ടു. ഇതേ സമയം ഷുവാങ് ആകട്ടെ ഓഫീസിൽ എത്തിച്ചേർന്നിരുന്നു. ജുൻമിങ്ങിന്റെ ടേബിളിലിരുന്ന ഫയലുകൾ അവൾ എടുത്തു നോക്കി. അതിൽ വാൻവാനെ പറ്റിയുള്ള ഡോക്യുമെന്റ്സ് കണ്ടതും കോളേജിലാണ് അവൾ പഠിക്കുന്നത് എന്ന് കണ്ടതും ഒരു നിമിഷം ഷുവാങ് ഷോക്കായി. ഉടൻ ആ ഫയലുകളൊക്കെ പഴയ രീതിയിൽ വെച്ച് അവൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു. ഇതേ സമയം പുറത്തെത്തിയിരുന്ന വാൻവാനും ജുൻമിങ്ങും നേരിൽ കണ്ടിരുന്നു. വാൻവാൻ ജുൻമിങ്ങിനോട് നിന്റെ ഫിയാൻസി വളരെ സുന്ദരിയാണെന്ന് പറഞ്ഞു. ഉടൻ ജുൻമിങ് അവളെ പിടിച്ചു നിർത്തി. എന്താ നീ പറഞ്ഞത്? നിനക്ക് അസൂയുണ്ടല്ലേ എന്ന മട്ടിൽ അവളെ ചോദ്യം ചെയ്യാൻ തുടങ്ങി. ആര് പറഞ്ഞു എനിക്ക് കുശുമ്പും അസൂയയുമാണെന്ന്? വെറുതെ നിന്റെ തന്നെ മനസ്സിൽ ഓരോന്ന് ചിന്തിച്ചു കൂട്ടണ്ട എന്ന് പറഞ്ഞവൾ അവിടെ നിന്ന് പോന്നു. അത് കണ്ട് ജുൻമിങ് ചെറുതായി പുഞ്ചിരിച്ചു. ആ സമയം എതിർവശത്തുകൂടെ കയ്യിൽ ബൊക്കെയുമേന്തി ഒരു കപ്പിൾസ് വരുന്നത് അവൻ ശ്രദ്ധിച്ചു. അവൾക്കൊരു ബൊക്കെ ഗിഫ്റ്റ് ചെയ്യണം എന്ന് ജുൻമിങ്ങിന് തോന്നി. സെക്രട്ടറിയോട് പറഞ്ഞ് മനോഹരമായ ഒരു ബൊക്കെ അവൻ വരുത്തിച്ചു. ശേഷം വാൻവാനെ വിളിച്ച് അതവൾക്ക് കൈമാറി. പക്ഷേ ബൊക്കെ കിട്ടിയതും അവൾ തുമ്മാനും മറ്റും ആരംഭിച്ചു. ജുൻമിങ്ങും വല്ലാതായി. കാര്യം തിരക്കിയപ്പോൾ വാൻവാന് പൂക്കൾ അലർജിയാണ്. ഉടൻ തന്നെ ആ ബൊക്കെ എടുത്ത് മാറ്റിയവൻ
സെക്രട്ടറി വിളിച്ച് ആ ബൊക്കെ കൊണ്ടുപോയി കളയാൻ പറഞ്ഞു. ഇത് നല്ല ബൊക്കെയാണല്ലോ സാർ എന്നൊക്കെ സെക്രട്ടറി പറഞ്ഞപ്പോൾ ഞാൻ നിന്നോട് പറഞ്ഞത് കേട്ടാ മതി എന്ന് പറഞ്ഞ് ജുൻമിങ് ദേഷ്യപ്പെട്ടു. ബൊക്കെ കൊടുത്താൽ വാൻ വാൻ തന്നെ പ്രപ്പോസ് ചെയ്യും എന്നൊക്കെ പ്രതീക്ഷിച്ചു നിന്നിരുന്ന ജുൻമിങ്ങിന്റെ പദ്ധതിയും പാളി. പിന്നാലെ വാൻ വാൻ അവിടെ നിന്ന് പോയി. കുറച്ചു കഴിഞ്ഞ് സെക്രട്ടറി ശരിയാക്കിയ വാൻ വാന്റെ ഫോണുമായി ജുൻമിങ്ങിനടുത്തെത്തി. ജുൻമിങ്ങിന് ഫോൺ കൈമാറി. ജുൻമിങ് ആ ഫോണിലെ ഫോട്ടോസ് ഒക്കെ നോക്കാൻ ആരംഭിച്ചു. അതിൽ വാൻ വാന്റെ പഴയ കാലത്തുള്ള ഫോട്ടോസ് മുതൽ ഉണ്ടായിരുന്നു. ഓരോന്നായി നോക്കി നിൽക്കുന്നതിനിടയിൽ പഴയൊരു സർട്ടിഫിക്കറ്റും പിടിച്ചു നിൽക്കുന്ന അവളുടെ ചിത്രം അവൻ കണ്ടു. ഒരു നിമിഷം ജുൻമിങ് ഷോക്കായി. കാര്യം എന്തെന്നാൽ 5 കൊല്ലങ്ങൾക്ക് മുമ്പ് ഓൺലൈനായി ജുൻമിങ് ഒരു പെൺകുട്ടിയെ പ്രണയിച്ചിരുന്നു. ഓൺലൈനിൽ ചാറ്റ് ചെയ്തിട്ടായിരുന്നു അവർ തമ്മിൽ അടുത്തത്. ഇരുവരുടെയും ഒറിജിനൽ പേരുകളായിരുന്നില്ല ഉണ്ടായിരുന്നതും. സ്കൂളൊക്കെ കഴിഞ്ഞ ശേഷം കോളേജിൽ മ്യൂസിക് പഠിക്കുവാൻ ഒന്നിച്ച് ജോയിൻ ചെയ്യാം എന്നവർ പരസ്പരം വാഗ്ദാനം ചെയ്തിരുന്നു. വാൻ വാന്റെ ഫോട്ടോയും അതിലെ സർട്ടിഫിക്കറ്റ് ഡീറ്റെയിലും കണ്ടപ്പോൾ വാൻ വാനാണോ അന്ന് താൻ ചാറ്റ് ചെയ്തിരുന്ന ആ പെൺകുട്ടി എന്നൊരു തോന്നൽ അവന്റെ ഉള്ളിലേക്ക് സംശയമായി വന്നു. ഉടനടി സെക്രട്ടറിയെ വിളിച്ച് അവൻ വാൻ വാനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. സെക്രട്ടറി ഫയലുകൾ കൊണ്ടുവന്നു. ജുൻമിങ് ആ ഫയലുകൾ പരിശോധിച്ചതും പണ്ട് താൻ പ്രണയിച്ചിരുന്ന അതേ പെൺകുട്ടി വാൻ വാനാണ് എന്നവൻ ഞെട്ടലോടെ തിരിച്ചറിഞ്ഞു. അവന്റെ ഉള്ളിൽ ചെറിയ തോതിൽ ദേഷ്യവും ആ സമയം ഉയർന്നു പൊന്താൻ ആരംഭിച്ചിരുന്നു. കാര്യം 5 കൊല്ലങ്ങൾക്ക് മുമ്പ് അവർ ചാറ്റ് ചെയ്ത് പ്രണയിക്കുന്ന സമയം ഒരിടത്ത് വെച്ച് നേരിട്ട് മീറ്റ് ചെയ്യാം എന്നവർ വാഗ്ദാനം ചെയ്തിരുന്നു. അവൾ വരുമെന്ന് പ്രതീക്ഷിച്ച് പൂൾ സൈഡിനരികിൽ ജുൻമിങ് അന്ന് രാത്രി മുഴുവൻ കാത്തിരുന്നു. അന്നത്തെ കനത്ത തണുപ്പത്ത് പൂൾ സൈഡിനരികിൽ കാത്തിരുന്ന അവന് പനിയും ഇൻഫെക്ഷനും വരികയും അതവന്റെ ചെവിയെ ബാധിച്ച് കേൾവി ശക്തിയെ ബാധിക്കുകയുമായിരുന്നു. കേൾവി പ്രശ്നമായതോടെ അവന് മ്യൂസിക് വിടേണ്ട വന്നു. അന്ന് അതിന്റെ പേരിൽ അവന്റെ ഫാമിലി അടക്കം അവനെ ഒരുപാട് കുറ്റപ്പെടുത്തുകയും ശകാരിക്കുകയും ചെയ്തിരുന്നു. അന്നു മുതൽ തന്നെ പറഞ്ഞു പറ്റിച്ച് പ്രണയിച്ചു വഞ്ചിച്ച പെൺകുട്ടിയോട് അവൻ ഒരുതരം തീരാ പക തോന്നിയിരുന്നു. അന്ന് വൈകുന്നേരം വാൻ വാനിനൊപ്പം ഒരു ഡിന്നർ പറഞ്ഞിരുന്നു. ജുൻമിങ് അങ്ങോട്ട് ചെന്നപ്പോൾ പിയാനോ വായിച്ച് ആസ്വദിച്ചിരിക്കുന്ന വാൻ വാനെയായിരുന്നു കണ്ടത്. തന്റെ ജീവിതം ഇത്തരത്തിലാക്കിയിട്ട്, തന്റെ കേൾവി കളഞ്ഞ് തന്റെ മ്യൂസിക് ജീവിതവും ഇല്ലാതാക്കിയിട്ട് നിനക്ക് സമാധാനത്തോടെ ഇരുന്ന് ഇപ്പോഴും പിയാനോ വായിക്കാമല്ലേ എന്ന് അത് കണ്ട് ദേഷ്യത്തോട് ചിന്തിച്ച ജുൻമിങ് അവിടെ നിന്ന് പോന്നു. പിറ്റേന്ന് വാൻ വാനെയും കൂട്ടി ജുൻമിങ് പിയാനോ റൂമിന് മുമ്പിലെത്തി. അവിടെ വെച്ച് താനായിരുന്നു പണ്ട് അവളോട് ചാറ്റ് ചെയ്തിരുന്നത് എന്ന കാര്യം അവൻ വെളിപ്പെടുത്തി. അത്രനാളും കാത്തിരുന്ന വ്യക്തി താൻ ഇഷ്ടപ്പെടുന്ന ജുൻമിങ് ആണ് എന്നറിഞ്ഞതും അവളുടെ സന്തോഷത്തിന് അതിരില്ലായിരുന്നു. അവൾ ജുൻമിങ്ങിനെ കെട്ടിപ്പിടിച്ചു. വല്ലാതെ എക്സൈറ്റഡ് ആയി നിന്നു. പക്ഷേ ജുൻമിങ്ങിന്റെ മനസ്സിൽ എന്തൊരു അഭിനയമായി ഇവൾ അഭിനയിക്കുന്നത് എന്നായിരുന്നു തോന്നിയത്. നിനക്കായി 5 കൊല്ലം മുമ്പ് ഞാനിവിടെ കാത്തിരുന്നിരുന്നു എന്ന് ജുൻമിങ് പറഞ്ഞപ്പോൾ ഞാനും നിനക്കായി കാത്തിരുന്നു. അതിനുശേഷവും ഈ കോളേജിൽ പഠിച്ച് ഇവിടെ നിനക്കായി കാത്തിരുന്നു കൊണ്ടിരിക്കുകയാ എന്ന് വാൻ വാൻ കൂട്ടിച്ചേർത്തു. ജുൻമിങ് ഒരു നിമിഷം കൺഫ്യൂസ്ഡ് ആയി. ഇവൾ എന്തിനാ ഇങ്ങനെ നുണ പറഞ്ഞ് അഭിനയിക്കുന്നത് എന്നൊക്കെ അവന്റെ ഉള്ളിലൂടെ കടന്നുപോയി. ഇടി വഞ്ചകി, നിന്റെ അഭിനയമൊന്നും എന്റെ മുമ്പിൽ വേണ്ട, നിന്നെ ഞാൻ ശരിയാക്കി തരുന്നുണ്ട് എന്നവൻ മനസ്സിൽ പറഞ്ഞു. ഞാനായിരുന്നു ചാറ്റ് ചെയ്തിരുന്നത് എന്ന് ജുൻമിങ്ങിനെങ്ങനെ മനസ്സിലായി എന്ന് വാൻ വാൻ തിരക്കി. ഉടൻ വാൻ വാന്റെ ശരിയായ ഫോൺ ജുൻമിങ് അവൾക്കെടുത്തു കൊടുത്തു. അതിലെ ഫോട്ടോസ് കണ്ടപ്പോഴാണ് മനസ്സിലായത് എന്നും കൂട്ടിച്ചേർത്തു. അല്പം മുന്നിലേക്ക് നീങ്ങിയ വാൻ വാൻ താൻ എത്രമാത്രം ജുൻമിങ്ങിനെ പ്രണയിക്കുന്നു എന്നവനോട് തുറന്നു പറഞ്ഞു. 5 കൊല്ലത്തിനു മുമ്പും ഇപ്പോഴും താൻ അവനെ പ്രണയിക്കുന്നുണ്ട് എന്ന് അവനെ അറിയിച്ചു. പക്ഷേ അതൊക്കെ അഭിനയിക്കുന്ന വഞ്ചകിയുടെ മുഖഭാവങ്ങളായിട്ടേ ജുൻമിങ്ങിനപ്പോൾ തോന്നിയുള്ളൂ. പിന്നാലെ ഒരു ഫോൺ കോൾ വന്ന് വാൻ വാൻ അവിടെ നിന്ന് പോന്നു. അന്ന് വൈകുന്നേരം വാൻ വാന് സീനിയറിനൊപ്പം റെസ്റ്റോറന്റിൽ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അവിടെ വെച്ച് സീനിയറിനോട് സംസാരിച്ചിരിക്കെ ജുൻമിങ് അങ്ങോട്ടേക്ക് വന്നു. അത്രനാളും തന്റെ പ്രണയം ഉള്ളിൽ വെച്ചിരുന്ന സീനിയർ വാൻ വാനോട് പ്രപ്പോസ് ചെയ്ത നിമിഷവുമായിരുന്നു അത്. ജുൻമിങ്ങിന്റെ മുമ്പിൽ വെച്ച് അത് സംഭവിച്ചതുകൊണ്ട് ജുൻമിങ് വല്ലാതെ ദേഷ്യത്തിലായി. പണ്ടത്തെ പോലെ തന്നെ വാൻ വാൻ ഇപ്പോഴും തന്നെ ചതിക്കുകയാണ് എന്ന് ജുൻമിങ്ങിന് തോന്നി. വാൻ വാൻ അതൊക്കെ വിശദീകരിക്കാനും തെറ്റിദ്ധരിക്കുകയാണെന്ന് പറയുവാനും ശ്രമിച്ചെങ്കിലും അതൊന്നും കേട്ടു നിൽക്കുവാൻ ജുൻമിങ് ഒരുക്കമായിരുന്നില്ല. പണ്ടും ഇതുപോലെ തന്നെയല്ലേ നീ എന്നെ ചതിച്ചത് എന്ന് പറഞ്ഞവൻ അവിടെ നിന്ന് പോയി. വാൻ വാൻ അവന്റെ പിന്നാലെ ഓടിപ്പോവാൻ തുടങ്ങിയതും സീനിയർ അവളെ പിടിച്ചു നിർത്തി തനിക്ക് മറുപടി തരാൻ ആവശ്യപ്പെട്ടു. ഞാൻ കൃത്യമായി കാര്യം പറയാം, പണ്ട് തൊട്ടേ താൻ ജുൻമിങ്ങിനെ മാത്രമാ പ്രണയിക്കുന്നത് എന്ന് പറഞ്ഞ് വാൻ വാൻ അവിടെ നിന്ന് ഓടിപ്പോന്നു. വാൻ വാൻ ഓടി ഓഫീസിലുണ്ടായിരുന്ന ജുൻമിങ്ങിനടുത്തെത്തി കാര്യങ്ങൾ വിശദീകരിക്കാൻ ശ്രമിച്ചെങ്കിലും ഒന്നും ചെവികൊള്ളുവാൻ അവൻ ഒരുക്കമായിരുന്നില്ല. വാൻ വാൻ തന്നെ പണ്ടും എപ്പോഴും ചതിക്കുകയായിരുന്നു എന്നവൻ ഉറച്ചു വിശ്വസിച്ചു. ദുഃഖത്തോടെ വാൻ വാനും വന്ന് പുറത്തവളുടെ ടേബിളിൽ ഇരിക്കാൻ തുടങ്ങി. ജുൻമിങ്ങിന്റെ ഫോണും ആ ടേബിളിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. ആ സമയം അതിലേക്കൊരു ഫോൺ കോൾ വന്നു. അസിസ്റ്റന്റ് ആയതുകൊണ്ട് തന്നെ അവൾ ആ കോൾ അറ്റൻഡ് ചെയ്തു. ഷുവാങ്ങിന്റെ കോളായിരുന്നു
അത്. നമ്മുടെ എൻഗേജ്മെന്റിനെ പറ്റി എന്തു പറയുന്നു, വീട്ടിൽ അതിന്റെ ഫംഗ്ഷൻസ് ഒക്കെ തുടങ്ങട്ടെ എന്ന തരത്തിലായിരുന്നു അവൾ സംസാരിച്ചത്. ഡ്രസ് എടുക്കാൻ പോകുന്നതിനെ പറ്റിയൊക്കെ ഒറ്റ ശ്വാസത്തിൽ ചോദിച്ചു. അത് കേട്ടതും വാൻ വാൻ വല്ലാതായി. അത്തരത്തിൽ എൻഗേജ്മെന്റ് ഒക്കെ ഉറപ്പിച്ചു കഴിഞ്ഞതുകൊണ്ടാണോ ജുൻമിങ് തന്നോട് ഇത്തരത്തിൽ ബിഹേവ് ചെയ്യുന്നത് എന്നും അവൾ തെറ്റിദ്ധരിച്ചു. പുറത്തേക്ക് അവൻ ഇറങ്ങി വന്നപ്പോൾ ഫോൺ കൊണ്ടുപോയി അവന്റെ കയ്യിൽ വെച്ചു കൊടുത്ത വാൻ വാൻ, നിന്റെ എൻഗേജ്മെന്റ് ഉറപ്പിച്ചു കഴിഞ്ഞില്ലേ? വേറൊരു പെണ്ണിനൊപ്പമല്ലേ നീ ജീവിക്കാൻ പോകുന്നേ? പിന്നെ എന്തിനാ എന്നോട് ഇങ്ങനെ അഭിനയിക്കുന്നേ എന്ന് പറഞ്ഞ് ദുഃഖത്തിലും ദേഷ്യത്തിലും പുറത്തേക്ക് പോയി. അത് കേട്ടതും അവളുടെ പിന്നാലെ ഓടിച്ചെന്ന് അവളെ തടഞ്ഞു നിർത്തുവാനും വിശദീകരിക്കുവാനും ജുൻമിങ് ശ്രമിക്കാൻ തുടങ്ങി. കൃത്യസമയം അങ്ങോട്ടേക്ക് സീനിയറും വന്നിരുന്നു. ജുൻമിങ്ങിന്റെ പ്രവൃത്തി വാൻ വാനെ ഉപദ്രവിക്കുന്ന പോലെ തോന്നിയ സീനിയർ അതിൽ ഇടപെടുകയും, ഇപ്പോഴേ നീ ഇവളോട് ഇങ്ങനെ പെരുമാറുന്നതെങ്കിൽ ഇവളെ എന്ത് വിശ്വസിച്ച് ഞാൻ നിന്നെ ഏൽപ്പിക്കും എന്നൊക്കെ ചോദിച്ച സീനിയർ ദേഷ്യപ്പെട്ടു. പിന്നാലെ വാൻ വാനെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്തു. അപ്പോഴേക്ക് അങ്ങോട്ടേക്ക് ഷുവാങ്ങും എത്തിച്ചേർന്നിരുന്നു. ഷാൻ ജുൻമിങ്ങിനെ അടുത്തെത്തി സംസാരിച്ചു. നമ്മുടെ വിവാഹ നിശ്ചയമാ, നമ്മുടെ ഫാമിലി എത്ര ആഗ്രഹിച്ചതാ ഇത്, ഇനിയും നമുക്കിതിങ്ങനെ മുമ്പോട്ട് നീട്ടിക്കൊണ്ടു പോകണോ എന്ന് ചോദിച്ച് അവന്റെ കയ്യിൽ പിടിച്ചു. സീനിയർ അവളെ അങ്ങനെ കൂട്ടിക്കൊണ്ടു പോയതൊക്കെ ജുൻമിങ്ങിനെ ദേഷ്യം പിടിപ്പിച്ചിരുന്നു. കൂട്ടത്തിൽ വാൻ വാൻ തന്നെ ചതിക്കുകയാണെന്നതും അവന്റെ ഉള്ളിൽ നിറഞ്ഞു വന്നു. ഇതേ സമയം സീനിയർ കൂട്ടിക്കൊണ്ടുപോയ വാൻ വാൻ ആകട്ടെ, ഞങ്ങൾ തമ്മിൽ ചെറിയ തെറ്റിദ്ധാരണകളേ ഉള്ളൂ, അത് സംസാരിച്ചാൽ മാറുന്നതാണ്, ഞാൻ പ്രണയിക്കുന്നത് അവന് മാത്രമാണെന്ന് പറഞ്ഞ് സീനിയറുടെ കൈവിടിപ്പിച്ച് അവനടുക്കലേക്ക് ഓടിയെത്തി. അവിടെ എത്തിയതും ജുൻമിങ്ങിനോട് ചേർന്ന് നിൽക്കുന്ന ഷുവാങ്ങിനെയായിരുന്നു അവൾ കണ്ടത്. അവൾ വല്ലാതായി. എന്താ ഇതിന്റെ അർത്ഥം എന്നവൾ അവനോട് ചോദിച്ചു. 5 കൊല്ലം മുമ്പ് എന്നെ നീ പ്രണയിച്ചു വഞ്ചിച്ചു, എന്റെ കേൾവി ശക്തിയും എന്റെ സംഗീതവും ഇല്ലാതാക്കി, നിനക്ക് അതിനുള്ളതായി ഈ നിമിഷം ഞാൻ തരാൻ പോകുക എന്ന് മനസ്സിൽ പറഞ്ഞ് അവൻ അഭിനയിച്ചുകൊണ്ട് വാൻ വാനോട് പറഞ്ഞു. നീ എന്തു ചിന്തിച്ചു? ഞാൻ നിന്നെ പ്രണയിക്കുന്നുണ്ടെന്നോ? പണ്ട് നീ എന്നോട് ചെയ്തില്ലേ, അതിന് പ്രതികാരം ചെയ്യുവാൻ ഞാൻ നിന്റെ മുമ്പിൽ നടിക്കുകയായിരുന്നു. എനിക്ക് നിന്നോട് ദേഷ്യവും വെറുപ്പും മാത്രമേയുള്ളൂ, പ്രേമമോ ഒന്നും തന്നെയില്ല. നീ എന്താ ഞാൻ നിന്നെ കല്യാണം കഴിക്കുമെന്ന് കരുതിയോ? 5 കൊല്ലം മുമ്പ് നീ എന്നോട് കളിച്ചു, ഇപ്പോ അതിന്റെ പലിശയും ചേർത്ത് ഞാനതങ്ങ് തിരിച്ചു തന്നു, ഇതത്രയുള്ളൂ. പിന്നാലെ ഷുവാങ്ങും പറഞ്ഞു, ജുൻമിങ്ങിന്റെ ഫിയാൻസിയ ഞാൻ, അവന് ചേരുന്നത് ഞാനാ, നീ നിന്റെ സമയം കളയാണ്ട് ഇവിടെ നിന്ന് പൊക്കോ. അത് പറഞ്ഞതിന് പിന്നാലെ സന്തോഷത്തോട് വല്ലാത്തൊരു ഭാവത്തിൽ ഷുവാങ് ചിരിക്കുന്നുണ്ടായിരുന്നു. ദുഃഖത്തോടെ വാൻ വാൻ അവിടെ നിന്ന് പോന്നു. ദുഃഖത്തോടെ എന്തിനാ ജുൻമിങ് എന്നോടിങ്ങനെ ചെയ്യുന്നത് എന്നൊക്കെ ചിന്തിച്ച് നടക്കാൻ തുടങ്ങി. ഇതേ സമയം ഷുവാങ്ങും ജുൻമിങ്ങും ഓഫീസിനകത്തേക്ക് എത്തിയിരുന്നു. ഷുവാങ്ങിന്റെ കൈവിടിപ്പിച്ച ജുൻമിങ് അവളെ താൻ സഹോദരിയെ പോലെയാണ് കാണുന്നതെന്നും അവളുമായുള്ള എൻഗേജ്മെന്റ് നടക്കില്ല എന്നും അവളോട് പറഞ്ഞു. ഷുവാങ്ങിനത് ദേഷ്യം പിടിപ്പിച്ചിരുന്നു. ആർക്കു വേണ്ടിയാ നീ കാത്തിരിക്കാൻ പോകുന്നത്? 5 കൊല്ലം മുമ്പ് നിന്നെ പറ്റിച്ചെന്ന് നീ പറയുന്ന അവൾക്ക് വേണ്ടിയോ? അവൾ തിരിച്ചു വരുമെന്നാണോ നീ കരുതുന്നേ? അന്നും ഞാനാ നിന്നെ പ്രണയിച്ചിരുന്നേ. നീ എന്റേതാവാൻ ഞാൻ പലതും ചെയ്തിട്ടുണ്ട്. അവൾക്കായി നീ പൂൾ സൈഡിൽ കാത്തിരിക്കും എന്നവൾക്ക് അറിയുക പോലുമില്ലായിരുന്നു. ദേഷ്യത്തിന്റെ പുറത്ത് ഷുവാങ് അത് പറഞ്ഞുപോയി. ഉടൻ ജുൻമിങ് ചാടി ചോദിച്ചു, നീ എന്താ പറഞ്ഞത്? അവൾക്കറിയില്ലായിരുന്നെന്നോ? പിന്നെങ്ങനെ? ദേഷ്യത്തിലായിരുന്ന ഷുവാങ് താൻ ചെയ്ത കാര്യങ്ങൾ പറയാൻ തുടങ്ങി. 5 കൊല്ലങ്ങൾക്ക് മുമ്പ് ജുൻമിങ്ങിന്റെ ഫോൺ എടുത്ത് വാൻ വാനുമായി ചാറ്റ് ചെയ്തിരുന്ന അവൾ ഇരുവരും വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ സ്ഥലം മെസ്സേജ് അയച്ചു മാറ്റുകയായിരുന്നു. ജുൻമിങ് അവൾക്കായി കാത്തിരിക്കുന്നു എന്ന് വാൻ വാൻ അറിഞ്ഞിരുന്നതേയില്ല. അന്നേ തന്നെ പ്രണയിച്ചിരുന്ന ഷുവാങ് തന്നെ സ്വന്തമാക്കുവാൻ വേണ്ടി വാൻ വാനിനെയും തന്നെയും അകറ്റുവാൻ കളിച്ച കളിയായിരുന്നു അത് എന്ന് ജുൻമിങ് മനസ്സിലാക്കി. ദേഷ്യത്തോടെ അവളെ നോക്കിയ ജുൻമിങ്, നിനക്കുള്ളത് ഞാൻ പിന്നെ തരുന്നുണ്ട് എന്ന് പറഞ്ഞ് വാൻ വാനെ തിരഞ്ഞിറങ്ങി. പലയിടത്തും അവൻ പോയി നോക്കിയെങ്കിലും വാൻ വാൻ അവിടൊന്നും ഉണ്ടായിരുന്നില്ല. ജുൻമിങ് ഏറെ ദുഃഖിതനായി. ആ സമയം ഒരു മെസ്സേജ് ജുൻമിങ്ങിന് വന്നു. വാൻ വാൻ അയച്ചതായിരുന്നു അത്. പ്രിയപ്പെട്ട ജുൻമിങ്, ഒരിക്കലും ഞാൻ നിന്നോട് കളിച്ചിട്ടില്ല. ഞാനും സീനിയറും തമ്മിൽ ഒരു ബന്ധവുമില്ല. പക്ഷേ ഞാൻ നിന്നെ പ്രണയിച്ചത് ഒരു തമാശയോ കളിയോ ആയിരുന്നുമില്ല. എന്നിരുന്നാലും നീയും നിന്റെ ഫിയാൻസിയും തമ്മിലുള്ള ബന്ധം, അത് നീ എന്റെ മുഖത്ത് നോക്കി പറഞ്ഞു. ഇനിയും നിന്റെ മുമ്പിൽ ഞാൻ വരുന്നില്ല, ഗുഡ് ബൈ എന്നായിരുന്നു അതിൽ അയച്ചിരുന്നത്. ജുൻമിങ് ഫോൺ ചെയ്തൊക്കെ നോക്കിയെങ്കിലും വാൻ വാന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. പിന്നാലെ സെക്രട്ടറിയെ വിളിച്ച് വാൻ വാൻ എവിടെയാണുള്ളത് എന്ന കാര്യം തന്നെ അറിയിക്കുവാൻ ആവശ്യപ്പെട്ടു. ഒടുവിൽ വാൻ വാൻ എവിടെയുണ്ടെന്നറിഞ്ഞ് ജുൻമിങ് അങ്ങോട്ടേക്ക് എത്തി. വാൻ വാൻ ഒരു സംഘം ആളുകൾക്ക് മ്യൂസിക് ക്ലാസ് എടുക്കുകയായിരുന്നു. എല്ലാ സത്യങ്ങളും അറിഞ്ഞിരുന്ന ജുൻമിങ് വാൻ വാനോടെല്ലാം ഏറ്റു പറയുകയും ക്ഷമ ചോദിക്കുകയും ചെയ്തു. കാര്യങ്ങൾ വാൻ വാനിനും മനസ്സിലാകുമായിരുന്നു. പിന്നാലെ ജുൻമിങ് അവളെ പ്രപ്പോസ് ചെയ്തു. അവളും സന്തോഷത്തോടെ ആ പ്രപ്പോസൽ സ്വീകരിച്ചു. അവരിരുവരും ഒന്നാകുന്ന ആ ദൃശ്യത്തോടെ ചലച്ചിത്രം അവസാനിക്കുകയാണ്. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും
ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബായ്.